ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവരും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് സന്തോഷത്തിലായിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവരും സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് യേശു കർത്താവ് ശിഷ്യന്മാർക്ക് തിബരിയാസ് കടൽക്കരയിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചാണ് ഇന്ന് വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21:1. നമുക്കെല്ലാവർക്കും വചനം എടുത്ത് വേദപുസ്തകം എടുത്ത് വചനം കേൾക്കാം. അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. നമുക്ക് കേൾക്കാം. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലുള്ള കാനാവിലെ നദനയേലും സെബേദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരുടെ, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ്, ഞങ്ങളും വരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടകിൽ കയറി. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. നമുക്കറിയാം, പത്രോസ് ആരാണെന്ന് ചോദിച്ചാൽ മീൻപിടുത്തക്കാരനായിരുന്നു പത്രോസ് ശിഷ്യന്മാരോട് പറയാ, ഞാൻ പോകുന്നു, രാത്രി ആവാറായി, ഞാൻ പോകുന്നു മീൻ പിടിക്കാൻ എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളും കൂടെ വരുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരോടുകൂടെ പത്രോസും കൂടെ മീൻ പിടിക്കാൻ പോകുകയെന്ന്. അതിരാവിലെ യേശു കരയിൽ നിന്ന് യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. രാത്രി മുഴുവന് അവർ മീൻ പിടിക്കാൻ നോക്കി, പക്ഷെ ഒരു മീനും കിട്ടിയിട്ടില്ല. കൊച്ചു വെളുപ്പാങ്കാലായപ്പോൾ യേശു ആണ് കരയിൽ നിന്നിരുന്നത് എന്ന് പത്രോസും കൂടെയുള്ള ശിഷ്യന്മാരും അറിഞ്ഞിട്ടില്ല. യേശു അവരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, കുഞ്ഞുങ്ങളെ, ഭക്ഷിക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, സ്വന്തം ശിഷ്യന്മാരെ യേശു കർത്താവ് വിളിക്കുന്ന ഒരു വിളിയാണ്, കുഞ്ഞുങ്ങളെ, ഭക്ഷിക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് പറയാ, കാര്യം ഇവർ രാത്രി മുഴുവൻ അധ്വാനിച്ചു. നേരം വെളുക്കാറായപ്പോഴാണ് യേശുവിനെ കടൽക്കരയിൽ കാണുന്നത്. അപ്പോഴാണ് യേശു പറഞ്ഞതല്ലേ. ഇല്ല എന്ന് പറഞ്ഞ ഉടനെ യേശു കർത്താവിൻ്റെ വാക്ക്, പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്നും അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിൻ്റെ പെരുപ്പം കൊണ്ട് അത് വലിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു കർത്താവ് നമ്മളോടൊരു വാക്കു പറഞ്ഞാൽ എതിരായിട്ടൊരു വാക്കു പറയരുത്. ഈ വചനത്തിൽ നമുക്ക് പഠിപ്പിക്കുന്നൊരു കാര്യം, യേശുവിൻ്റെ ശിഷ്യനായ പത്രോസ് ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. മീൻപിടുത്തക്കാരൻ അറിയാം എവിടെ വല വീശിയാൽ മീൻ കിട്ടും, അല്ല എവിടെ വല വീശാതിരുന്നാൽ മീൻ കിട്ടത്തില്ല. ഇതൊക്കെ ഒരു മീൻ പിടിക്കുന്ന ഒരു ഫിഷർമാന് നന്നായിട്ട് അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് നിരാശപ്പെട്ടൊരവസ്ഥയായിരുന്നു അന്ന് പത്രോസിനും ശിഷ്യന്മാർക്കുണ്ടായത്. നേരം വെളുക്കാറായപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഭക്ഷിക്കുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നവർ യേശു കർത്താവിനോട് മറുപടി പറഞ്ഞപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന, വലതുഭാഗത്ത് വല ആഞ്ഞു വീശുവിൻ, പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു. എതിരായിട്ടൊരു വാക്കു പറയാതെ, അത് യേശു ആണെന്ന് പോലും പത്രോസും ശിഷ്യന്മാരറിഞ്ഞിട്ടില്ല. യേശു കർത്താവ് മരിച്ചടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മൂന്നാമതുമാണ് ഇവർക്ക് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇത് യേശു ആണെന്ന് അവരറിഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്ന ഒരു കാര്യം, കിട്ടും. യേശു കർത്താവ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യണം, എടുത്തു ചാടരുത്. അവർ യേശു കർത്താവിൻ്റെ വാക്ക് കേട്ട് പടകിൻ്റെ വലതുഭാഗത്ത് വല ആഞ്ഞു വീശിയപ്പോൾ അവർക്ക് മീനിൻ്റെ പെരുപ്പം കൊണ്ട് അത് വലിക്കുവാൻ കഴിഞ്ഞില്ല. എന്താ, കർത്താവിൻ്റെ വാക്ക് കേട്ടാൽ അവിടെ വർധനവാണ് വരുന്നത്. ഈ 2026 വീണ്ടും ഞാൻ നിങ്ങളോട് പറയാം, കർത്താവ് നിങ്ങൾക്ക് ചെയ്ത വാഗ്ദത്തം നിങ്ങളുടെ മേലെ നിറവേറുന്ന വർഷമാണ്. നിങ്ങൾ തൊടുന്നതെല്ലാം വർധനവാണ്. നിങ്ങൾ വിശ്വാസത്തോടെ യേശു കർത്താവിൻ്റെ വചനം കേട്ട് നിങ്ങളോട് ഉവ്വ് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെ മേലെ ഈ വർഷം നിങ്ങൾക്കൊരു വർധനവ് തരും. ഹല്ലേലൂയ.
ആ മീനിൻ്റെ വർധനവ്, ആ പെരുപ്പം കണ്ട് അവർക്ക് വലിക്കുവാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, ആ ശിഷ്യന്മാരിൽ ഒരുവൻ പത്രോസിനോട് പറയാം, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞപ്പോൾ, കർത്താവാകുന്നെന്ന് ശീമോൻ പത്രോസ് കേട്ടപ്പോൾ അവൻ നഗ്നനായതുകൊണ്ട് അങ്കി അരയിൽ ചുറ്റി കടലിൽ എടുത്തു ചാടി. അവൻ കർത്താവാകുന്നു എന്ന് അതിലൊരാൾ പത്രോസിനോട് പറഞ്ഞപ്പോൾ പത്രോസ് നഗ്നനായതുകൊണ്ട് കയ്യിലുള്ള ആ അങ്കി, ആ തുണിയെടുത്ത് അവൻ കടലിലേക്ക് ചാടി. അരയിൽ ചുറ്റി കടലിലേക്ക് ചാടി. മറ്റു ശിഷ്യന്മാർ കരയിൽ ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലാത്തതിനാൽ മീൻ നിറഞ്ഞ വല വലിച്ചുകൊണ്ട് ചെറിയ പടകിൽ കയറി. മീനിൻ്റെ വലുപ്പം കൊണ്ട് വല വലിക്കാൻ പറ്റുന്നില്ല. കാര്യം ആ മീനെന്ന് പറയുന്നത് 153 വലിയ മീനെന്നാണ് വചനം പറയുന്നത്. 153 വലിയ മീൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വാക്ക് കേട്ട് പടകിൻ്റെ വലതുവശത്ത് വല വീശിയപ്പോൾ വർധനവുണ്ടായി, പെരുപ്പമുണ്ടായി. ഹല്ലേലൂയ. മീൻ വലിച്ചുകൊണ്ട് പടകിൽ കയറി വന്നു. മറ്റുള്ള ശിഷ്യന്മാർ മീൻ വലിച്ചുകൊണ്ട് പടകിൽ കയറി വന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനിൽ അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നത് അപ്പവും കണ്ടു. അവർ കടൽക്കരയിലെത്തിയപ്പോൾ അവിടെ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്ന അപ്പവും കണ്ടു. തീക്കനലും മീൻ വെച്ചിരിക്കുന്ന അപ്പവും കൂടെ കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീനിൽ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ചില സമയങ്ങൾ യേശു നിങ്ങളോട് പറയും, നിങ്ങൾക്കുള്ളത് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. എന്തിനാണ് കർത്താവ് നിങ്ങൾക്കുള്ളത് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് പറയുന്നത്? നമുക്ക് വചനത്തിൽ തന്നെ അറിയാം അല്ലേ? 5 അപ്പവും 2 മീനും ഒരു ബാലൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആരാധനയൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ അവർക്ക് കൊടുക്കാൻ ആഹാരമില്ലാതായപ്പോൾ, ഇവിടെ ഒന്നുമില്ലല്ലോ, കടകളെല്ലാം ഒരുപാട് ദൂരമാണെന്ന് പറഞ്ഞപ്പോൾ അതിലൊരാൾ യേശു കർത്താവിൽ ഒരു ബാലൻ്റെ കയ്യിൽ 5 യവത്തപ്പോ 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിങ്ങ് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അത് കൊണ്ടുവന്ന് യേശുവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ യേശു അതിനെ വാഴ്ത്തി പ്രാർത്ഥിച്ച് അത് 5000 പേര് കഴിച്ചിട്ടും 12 കുട്ട നിറച്ചെടുത്തിരുന്നു. ഇവിടെ യേശു പറയുന്നു, അത് ഇങ്ങോട്ട് കൊണ്ടുവരുവിൻ. ഇപ്പോൾ പിടിച്ച മീനെ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ ചില കാര്യങ്ങൾ കർത്താവിന് വേണ്ടി കൊടുത്താലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇന്ന് ജനങ്ങൾക്കെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കുവാൻ ഒരു മടിയാണ്. ആ മടി പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ മടിയായി തീരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വർധനവില്ലാതായിത്തീരുന്നത് നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കാത്തത് കൊണ്ടാണ്. കർത്താവിൻ്റെ കയ്യിൽ നിങ്ങൾക്കുള്ളത് നിങ്ങൾ കർത്താവിൻ്റെ കയ്യിൽ തീർച്ചയായും കൊടുക്കുവാണെങ്കിൽ ആ കർത്താവ് അതിനെ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരുവാനാണ് ബൈബിൾ കൊടുക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ? അമർത്തി കുലുക്കി കവിയുന്നൊരളവ് നിങ്ങളുടെ കയ്യിൽ കർത്താവ് തരും. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് മതിവരോളം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാനാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എൻ്റെ കയ്യിൽ തരുവിനെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത് അത്രയേറെ മീൻ ഉണ്ടായിരുന്നിട്ടും വല കീറിയിട്ടില്ല. കാര്യം മീൻ കൊടുത്തത് കർത്താവാണ്. ഇത്രയും വലിപ്പമുണ്ടായിട്ടും ഈ കുഞ്ഞു വല കീറിയിട്ടില്ല. വലിക്കാൻ പറ്റാത്തൊരവസ്ഥ. മീൻ പിടിക്കുന്ന ഒരാൾക്കറിയാം, പെരുത്ത മീൻകൂട്ടം വന്നു കഴിഞ്ഞാൽ വല വലിച്ചെടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ വലയിൽ നിന്ന് മീൻ അഴിച്ചു മാറ്റുമ്പോൾ തന്നെ വല കീറിയിരിക്കും. ഇവിടെ ഇത്രയും വെയിറ്റായിട്ട് പോലും ഒരു വലയുടെ ഒരു കണ്ണി പോലും പൊട്ടിയിട്ടില്ല, ഒരു മീൻ പോലും പുറത്തു പോയിട്ടില്ല. കാര്യം പടകിൻ്റെ വലതുവശത്ത് വല ആഞ്ഞു വീശുവിനെന്ന് പറഞ്ഞത് കർത്താവാണ്, മീൻ കൊടുത്തത് കർത്താവാണ്, പറഞ്ഞത് കർത്താവാണ്. വാക്ക് കേട്ട് വിശ്വസിച്ചവരുടെ മേലെയാണ് പെരുത്ത മീൻകൂട്ടം ഉണ്ടായത്. ഹല്ലേലൂയ. യേശു അവരോട് വന്ന് പ്രാത്തൽ കഴിക്കുവിൻ, കഴിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞ കർത്താവാകുന്നു എന്നറിഞ്ഞ ശിഷ്യന്മാരിൽ ഒരുവൻ നീ ആരാകുന്നു എന്ന് അവനോട് ചോദിച്ചിട്ടില്ല. കർത്താവാകുന്നു എന്ന് മനസ്സിലായി നീ ആരാകുന്നു എന്ന് അവരാരും കർത്താവിനോട് ചോദിക്കാൻ തുനിഞ്ഞിട്ടില്ല. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു വന്ന് എടുത്തു കൊടുക്കും. യേശുവിൻ്റെ കയ്യിൽ കൊടുത്താൽ അതൊരു വർധനവാക്കി ദൈവം നിങ്ങൾക്ക് തരും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഹല്ലേലൂയ.
മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തിബരിയാസ് കടൽക്കരയിൽ വെച്ച് യേശു മൂന്നാമതും പത്രോസിനും ശിഷ്യന്മാർക്കും പ്രത്യക്ഷനായിരുന്നു. നമുക്കറിയാം, യേശു കർത്താവിനെ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഈ പത്രോസ് 3 തവണ യേശുവിനെ തള്ളിപ്പറഞ്ഞതായിരുന്നു. ഹല്ലേലൂയ. ഈ തള്ളിപ്പറഞ്ഞിട്ടും യേശു പത്രോസിനെ സ്നേഹിച്ചത് പത്രോസ് നല്ലൊരു ആയതുകൊണ്ടാണ്. ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ തള്ളിപ്പറയേണ്ട ഒരു അവസ്ഥ വരെ വരും. പക്ഷെ തള്ളിപ്പറയാതെ നമ്മളെപ്പോഴും കർത്താവിനോട് പറ്റിയിരിക്കാം. ചില മക്കളൊക്കെ 10 വിഷയം സഭയിലൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് 9 വിഷയത്തിന് മറുപടി കൊടുത്തിട്ട് 1 വിഷയത്തിന് മറുപടി കൊടുത്താൽ ഈ കർത്താവ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് മറുപടി തരുന്നില്ല എന്ന് ചോദിച്ച അനേക മക്കളെ എനിക്കറിയാം. അനേകം മക്കൾ യേശുവിനെ തള്ളിപ്പറഞ്ഞവരും ഉണ്ട്. ഹല്ലേലൂയ. പക്ഷെ തള്ളിപ്പറഞ്ഞാലും തള്ളിപ്പറയാതെ നിന്റെ അടുക്കൽ കടന്നു വരുന്ന ഈ യേശു എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നൊരു യേശുവാണ്. മനുഷ്യന്റെ സ്നേഹത്തിനെല്ലാം കള്ളമാണെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിന് കള്ളമില്ല. പത്രോസ് കോഴി കൂവുന്നതിന് മുൻപ് 3 തവണ തള്ളി പറയുമെന്ന് കർത്താവ് പത്രോസിനോട് പറഞ്ഞാൽ, ഇല്ല കർത്താവ് ഞാൻ അങ്ങനെ ഒരിക്കലും പറയത്തില്ല എന്ന് നമ്മളും പറയല്ലേ. പക്ഷെ എന്നിട്ടും പത്രോസിനെ കാണാൻ തിബരിയാസ് കടൽക്കരയിൽ യേശു കർത്താവ് അല്ലേ മീനും തീക്കനലും അപ്പോൾ എല്ലാം കൊണ്ട് കാത്തിരുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. ഓരോ നാളിലും നമ്മൾ ആ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. മറുപടി കിട്ടിയില്ല എന്നൊന്ന് തള്ളിപ്പറയരുത് ആ ദൈവത്തെ. അന്ത്യം വരെ കർത്താവിനോട് കാത്തിരിക്കണം. ഹല്ലേലൂയ. ആ കർത്താവ് നമുക്ക് വേണ്ടി ഈ പത്രോസിനെയും ശിഷ്യന്മാരെയും കരുതിയ ദൈവം നമ്മളെയും കരുതും. അവൻ വിശ്വസ്തനാണ്. അവൻ തള്ളിപ്പറയത്തില്ല മക്കളെ. അത് നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. നീ വചനത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പരിശുദ്ധ ആത്മാവിനെ സഹായിച്ചതോർത്ത് ഞാൻ നന്ദി പറയുന്നു. നമുക്കെന്നും പാടുന്നത് പോലെ ഒരുമിച്ച് ഒരു 4 വരി പാട്ട് പാടാം. ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടണേ. ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഞാനങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനേക്കാളെന്നും ഞാനങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനേക്കാളെന്നും ആരാധിക്കുന്ന അങ്ങേക്കായി ആത്മാർത്ഥ ഹൃദയമോടെ ആരാധിക്കുന്ന അങ്ങേക്കായി ആത്മാർത്ഥ ഹൃദയമോടെ ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അപ്പാ പിതാവേ, നീ വചനം സംസാരിക്കുവാൻ എന്നെ സഹായിച്ച പരിശുദ്ധയാത്മാവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കേട്ട വചനം മൂലം എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇനിയും ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനവുമായി ദൈവത്തിൻ്റെ സുവിശേഷവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് എന്നെ ഈ സഹായിക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നപ്പാ.
ഈ പുതിയ വർഷത്തിലൊരു വർധനവിൻ്റെ ദൈവമാണപ്പാ. യേശുവേ, എല്ലാ ബിഷക്തന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരുടെ മേലെയും കർത്താവിൻ്റെ ആത്മാ